ഇങ്ങനെ മഴയായിരുന്നു നാളെ കാലത്ത് പോന്നാ മതിയായിരുന്നു. എല്ലാരും പറഞ്ഞതല്ലേ നാളെ കാലത്ത് പോയാ മതിയെന്ന്. നിനക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നില്ലേ? യമുന ഒരുപാട് നിർബന്ധിച്ചു. അവൾക്ക് ആദ്യം ഒരു വിഷമമോ കാണും, പിന്നെ പുതിയ വീടുമായിട്ട് ഇണങ്ങിക്കോളും. നിനക്കും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ. നീയും പേടിച്ചിരുന്നോ? ഞാൻ നിന്നെ കുറേയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ എന്തിനാ പിന്നെയും അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അതൊന്നും ഓർക്കാറേ ഇല്ല. നിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ? ഒരു കുഞ്ഞു വേണ്ടടാ നിനക്കെന്ന്. എന്താ വേണ്ടേ? നിങ്ങളായിരുന്നോ? എവിടെ പോയത് രണ്ടാളും കൂടി? പെങ്ങളെ കെട്ടിയവനെ ഏൽപ്പിച്ചിട്ട് വരും വഴിയാണല്ലേ ഇനി നിങ്ങളങ്ങ് ആഘോഷിച്ചോന്നും പറഞ്ഞു. നീ പോ. എങ്ങോട്ട്? അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാൻ അതുവഴിയല്ലേ. എന്താ രണ്ടാളും കൂടി എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ? കനക എന്നും കൂടി കൂട്ടർ ഒരാൾ കൂടി സ്ഥലം ഉണ്ടല്ലോ. അവന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും പാവം. നമ്മളിങ്ങനെ കരഞ്ഞ അവളെന്ത് ചെയ്യാ?
കിടക്കുക, ഒന്നും കഴിച്ചില്ല. മോളെ, എഴുന്നേറ്റ് വല്ലതും കഴിക്ക. എനിക്ക് വിശപ്പില്ല അച്ഛ. ഇങ്ങനെ സാധ്യം പിടിച്ചാലോ? ആലോചിക്കുമ്പോ അച്ഛനും ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേ? എന്നാലും മോളെ, കരയാതെ വാ, എഴുന്നേക്ക. അച്ഛനല്ലേ വിളിക്കുന്നേ? എഴുന്നേക്ക. കരയാതെ. ഈ മുടിയൊക്കെ ഒന്ന് നേരെ കിട്ടിവെക്ക്. അമ്മ താഴെ കഞ്ഞിവെള്ളം വെച്ച് കാത്തിരിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛ. പറ്റില്ല, ഒരു തവയെങ്കിലും അച്ഛന് വേണ്ടി. അമ്മേ, ഞാൻ പീടികയിലോട്ട് പോവാ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവില്ല. ആളുകള് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത്? എന്റെ നാരനേട്ടൻ എന്തെങ്കിലും വരും ജയിലിൽ നിന്ന്. എനിക്ക് കാത്തിരിക്കാം. നിനക്കങ്ങനെ ആരും വരാനില്ലല്ലോ. പിന്നെ ആരെ കാത്തിട്ടെ? ഇവിടെ നാട്ടിലേക്ക് തന്നെ പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഓ, ഇവിടെ തന്നെ കഴിഞ്ഞൂടെന്നാണോ ഭാവം? ഭർത്താവില്ലാത്ത വീട്ടില് എന്ത് അവകാശം ഒരു പെണ്ണിന്? പിന്നെ വേറെ ആണുങ്ങളുള്ള വീടാവുമ്പോ മഴ ചാറുന്നാ തോന്നണേ. അകത്തുണങ്ങാനിട്ടോളൂ. എന്താ മോളെ? അലക്കാൻ പോയപ്പോ ഒരുത്തി ചോദിക്കുക, ഓരോ വേണ്ടാതീനും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മോളെ, ഇപ്പൊ തോന്നുന്നു അവള് പറഞ്ഞത് ശരിയാണെന്ന്. കനകേട്ടൻ പോയി. ഇനി എനിക്കെന്ത് കാര്യം ഇവിടെ? ഏതവളാ അത്? ഓ, ആ ലീല തന്നെയായിരിക്കും. നാണോ മാനോ ഇല്ലാത്തോള്. നാക്കിലാണെങ്കിലോ വിഷം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട്. വേണ്ട, അമ്മ ചോദിക്കാനൊന്നും പോണ്ട. അവള് മാത്രമായിരിക്കില്ല, അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ടാവും. മോൾ ഇനി തുണി അലക്കുന്നത് ഇവിടെ മതി. അതും ഇതും പറയാൻ ഇവിടെ ആരും കയറി വരില്ലല്ലോ. എനിക്കിവിടെ ഇപ്പോ ഒരവകാശം ഇല്ല എന്നുള്ളത് നേരല്ല അമ്മേ. എന്തിനു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒന്ന്
മയങ്ങിപ്പോയി. ഞാൻ ആലോചിക്കായിരുന്നു ആ, കസ്തൂരിയുടെ കാര്യമേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഉം. ഇവിടെ നിൽക്കുന്നതില് അവക്ക് വിഷമമുണ്ട്. അവളങ്ങനെ പറഞ്ഞു. ഇവിടിപ്പോ നമ്മളൊക്കെയല്ലേ ഉള്ളൂ. അന്യരൊന്നും അല്ലല്ലോ, പിന്നെന്താ? ആളുകൾ ഓരോരുത്തർ പലതും പറയും. അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അവകാശവും ഇല്ലാന്ന് അവക്കും തോന്നും. അച്ഛനെ ഇടത്തിയോട് അല്ല കസ്തൂരിയോട് ചോദിച്ചോ? ചോദിക്കാനും പറയാനൊന്നുമില്ല. അവക്കൊരു ജീവിതം വേണ്ടേ? വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കണ്ണടയുന്നവരെ എനിക്ക് അവളെ കാണണം. ഈ അച്ഛന് വേറൊന്നും വേണ്ട. ഓഹോ, ഇതാണ് പണിയല്ലേ? പൊട്ടനാണെന്നും പറഞ്ഞ് ഓരോ തോന്നിവാസം പഠിപ്പിക്കാം. ഞാനോ? ഇവൻ തന്നെത്താൻ പഠിച്ചതാ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, എനിക്കാരെയും പേടിയില്ല. എടാ, നീ ചെറിയ കുട്ടിയല്ലേ? അത് പണ്ട്. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നല്ല. അല്ല ഊണായില്ലേ? ഉം.